വെൽക്കം ബാക്ക് ടു കിച്ചൺ ഡയറീസ്. ഇന്നത്തെ റെസിപ്പി സ്ട്രോബെറി ജാം ആണ്. ഇത് നമുക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ്. കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിൽ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാതെ തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്ട്രോബെറി ജാം നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇവിടെ ഞാൻ 500 ഗ്രാം സ്ട്രോബെറിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായി വാഷ് ചെയ്തതിന് ശേഷം അതിൻ്റെ വെള്ളമെല്ലാം ഡ്രെയിൻ ചെയ്ത് അതിൻ്റെ സ്റ്റെമ്മെല്ലാം റിമൂവ് ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. സ്ട്രോബെറി ഒരു ചെറിയ പീസായി കട്ട് ചെയ്ത് ഒരു ബൗളിലേക്ക് മാറ്റി വെക്കുകയാണ്. ഇതിൽ നിന്നും ഒരു 5 സ്ട്രോബെറി ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അവ ഗ്രൈൻഡ് ചെയ്യാതെയാണ് ചേർക്കുന്നത്. ഇത് എല്ലാം കട്ട് ചെയ്തതിന് ശേഷം മിക്സിയുടെ ഒരു ജാർ എടുത്ത് അതിനകത്തേക്ക് പകുതി സ്ട്രോബെറി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. ഇതിനകത്തേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഇപ്പോൾ സ്ട്രോബെറി നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള സ്ട്രോബെറി കൂടി ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് ഒന്നിച്ച് ഗ്രൈൻഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് ചുവട് കട്ടിയുള്ള ഒരു പാത്രം എടുത്തതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ട്രോബെറി പ്യൂരി ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ ഗ്രൈൻഡ് ചെയ്യാതെ മാറ്റി വെച്ചിരുന്ന 5 സ്ട്രോബെറി ഉണ്ടായിരുന്നു, അത് ഇതിനകത്തേക്ക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് മൊത്തം സ്ട്രോബെറി ഗ്രൈൻഡ് ചെയ്യാതെ നിങ്ങൾക്ക് കട്ട് ചെയ്ത് ചേർത്തും ജാം ഉണ്ടാക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്തും നിങ്ങൾക്ക് ജാം ഉണ്ടാക്കാവുന്നതാണ്. അതിനുശേഷം ഇതിനകത്തേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാരയുടെ അളവ് സ്ട്രോബെറിയുടെ പുളിക്കനുസരിച്ച് വ്യത്യാസം വരും. കാരണം നല്ല മധുരമുള്ള സ്ട്രോബെറി ആണെങ്കിൽ ഈ 1/4 കപ്പ് പഞ്ചസാരയുടെ ആവശ്യമേ ഉള്ളൂ. പക്ഷേ എനിക്കിവിടെ കിട്ടിയിരിക്കുന്നത് നല്ല പുളിയുള്ള സ്ട്രോബെറിയാണ്. അതുകൊണ്ട് ഞാൻ പിന്നീട് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവ ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മൾക്ക് ജാം തയ്യാറാക്കിയെടുക്കാൻ. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇതിനകത്തേക്ക് നമ്മൾ വെള്ളമൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതെന്നാണ്. ഇപ്പോൾ ജാമിൻ്റെ കളറെല്ലാം മാറി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര ചേർത്തതിന് ശേഷം ഒന്നുകൂടി നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ ജാമിൻ്റെ ടെക്സ്ചർ ഏകദേശം ശരിയായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ജാമിൻ്റെ കൺസിസ്റ്റൻസി അറിയാൻ വേണ്ടി നമുക്ക് ഒരു പാത്രം ഫ്രീസറിൽ ജാം ഉണ്ടാക്കുന്ന സമയത്ത് വെച്ച് കൊടുക്കാം. ഇതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ ആക്കിയതിന് ശേഷം പ്ലേറ്റ് ചെരിച്ചു കൊടുക്കുന്ന സമയത്ത് ഇതെവിടേക്ക് സ്പ്രെഡ് ആവുന്നില്ലെങ്കിൽ അതിൻ്റെ കൺസിസ്റ്റൻസി റെഡിയായെന്നർത്ഥം. പിന്നെ നമ്മൾക്ക് കണ്ടു കഴിഞ്ഞാലും അതിൻ്റെ കൺസിസ്റ്റൻസി മനസ്സിലാവുന്നതാണ്. ഇത് വളരെ എളുപ്പം തയ്യാറാക്കാൻ കഴിയുന്ന ഒന്നായതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.